കഴിഞ്ഞ 8 ദിവസമായി തുടരുന്ന ആക്രമണം അമേരിക്കൻ സൈനികരുടെ വധത്തോടുകൂടി അമേരിക്ക ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നു. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ശക്തമാക്കിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ആക്രമണം ഇറാനിൽ ഉണ്ടായത്? അതേസമയം തന്നെ ഇറാനും പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. അത് ഗൾഫ് മേഖലയെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ? രേണുക, മുസ്തഫ ഖമേനിയുടെ നിലപാടുകളാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായിരിക്കുന്നത്. ഇറാൻ ജനതയെ വല്ലാതെ ആ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആ തരത്തിൽ മാറ്റുന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ മുസ്തഫയുടെ നിലപാടുകൾ. മുസ്തഫ എവിടെയെന്ന് ആർക്കും വ്യക്തമല്ല. റഷ്യയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ മുസ്തഫയുടെ ആഹ്വാനങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഒരു വശത്ത് ഇറാൻ്റെ ഭരണാധികാരികൾ, അത് പെസഷ്കിയാൻ ആകട്ടെ അരഗാച്ചി ആകട്ടെ, പെസഷ്കിയാൻ അവിടുത്തെ പ്രസിഡൻ്റാണ്, അരഗാച്ചി വിദേശകാര്യമന്ത്രിയാണ്, ഖാലിബാഫ് ഉണ്ട് സ്പീക്കർ. ഇവരെല്ലാം തന്നെ ഈ ചർച്ചയുമായി നേരത്തെ മുന്നോട്ട് പോവുകയുമായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ വെച്ചുള്ള കരാർ ആദ്യം ഒപ്പിടുന്നു. അതിനു മുൻപ് ഇസ്ലാമാബാദിൽ അമേരിക്കൻ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നു. അവിടെ വെടിനിർത്തൽ എന്നൊരു ധാരണയിലേക്ക് വരികയാണ്. പിന്നീട് 60 ദിവസത്തേക്ക് വെടിനിർത്തൽ, അതിനുശേഷം അന്തിമ കരാർ, ഹോർമൂസ് തുറക്കുന്നു. ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഒരു വശത്ത് നടക്കുമ്പോഴാണ് പൊടുന്നനെ മുസ്തഫ ഇങ്ങനെ ഒരു വലിയ ആഹ്വാനത്തിലേക്ക് പോകുന്നത്. അതിന് കാരണമായത് ഇസ്രായേലിൻ്റെ ആക്രമണമാണ്. ലെബനനിലേക്ക് ഈ താൽക്കാലിക കരാർ വന്നതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണം നടത്തുകയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുകയും അവിടെ ഏതാണ്ട് 60ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ജനവാസ കേന്ദ്രങ്ങളിലടക്കം ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി. ലെബനിൽ നിന്ന് തിരിച്ചടിയും ഉണ്ടായി. ഇത് തന്നെയാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. കാരണം ഈ വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥ ലെബനിലേക്ക് ആക്രമണം നടത്തരുത് എന്നതായിരുന്നു. ഇത് മാറിയതോടുകൂടി 3 കപ്പലുകൾ ആദ്യം ഇറാൻ ആക്രമിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ 8 ദിവസമായി അമേരിക്കയുടെ പ്രത്യാക്രമണം തുടരുന്നത്. ഇറാനും തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ ഇസ്രായേലിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നേരെയോ അല്ല, മറിച്ച് അമേരിക്കയ്ക്ക് സഹായം നൽകുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സൈനിക കേന്ദ്രങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഇറാൻ്റെ ആക്രമണം. ജോർദാനിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ ക്യാമ്പിലേക്ക് നടന്ന ആക്രമണത്തിലാണ് 2 സൈനികർ കൊല്ലപ്പെട്ടത്. ഇവരുടെ പേര് വിവരങ്ങൾ ഇതുവരെ US സെൻട്രൽ കമാൻഡോ അല്ലെങ്കിൽ പെൻറ്റഗണോ വിശദമാക്കിയിട്ടില്ല. ഇവരുടെ കുടുംബാംഗങ്ങളെ അറിയിച്ച ശേഷം മാത്രമേ ഇവരുടെ ഔദ്യോഗികമായി ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് അമേരിക്ക അറിയിക്കുന്നത്. ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ അമേരിക്കയിൽ ട്രംപിനെതിരെ നേരത്തെ ചില നിലപാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ യുദ്ധം അനാവശ്യമാണ് എന്നൊരു വികാരമുണ്ടായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ട്രംപിന് ഒരുപക്ഷെ ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാനുള്ള കോൺഗ്രസിൻ്റെ പിന്തുണ, US കോൺഗ്രസിൻ്റെ പിന്തുണ പോലും ലഭിക്കില്ല, അങ്ങനെ ഒരു ഘട്ടമുണ്ടായിരുന്നു. കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ യുദ്ധത്തിലേക്ക് പോകാൻ മാനസികമായ ഒരു ഐക്യം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ട്രംപിന് ലഭിക്കുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല നാറ്റോ നേരത്തെ, അത് യൂറോപ്യൻ രാജ്യങ്ങൾ പലതും നേരത്തെ ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നതിന് അനുകൂലിക്കുന്ന ഒരു നിലയിലായിരുന്നില്ല. പക്ഷേ നാറ്റോയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമ്മേളനത്തിൽ ഐക്യദാർഢ്യം അമേരിക്കയ്ക്ക് പ്രഖ്യാപിക്കുകയും ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കണം, ഇറാനെ ഇല്ലാതാക്കണം എന്നൊരു നിലയിലേക്ക് നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾ എത്തുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇസ്രായേൽ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രകോപനമാണ് ഉണ്ടാകുന്നത്. 2 അമേരിക്കൻ സൈനികർ ഇപ്പോൾ കൊല്ലപ്പെട്ടതോടുകൂടി ഈ ഫെബ്രുവരി 28 ശേഷം, അതായത് ഖമേനി ഉൾപ്പെടെയുള്ളവർ വധിക്കപ്പെട്ടതിന് ശേഷം മരിക്കുന്ന സൈനികർ, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന സൈനികർ 16 എന്ന നിലയ്ക്ക് ആയിട്ടുണ്ട് അമേരിക്കൻ സൈനികർ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇതിനൊരു തിരിച്ചടി നൽകുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് കൂടുതൽ ആശങ്കയുണ്ടാകുന്നത്. കാരണം ഇതുവരെ ചബാഹൽ പോലുള്ള തുറമുഖങ്ങൾ, ബന്ദർ അബ്ബാസ് പോലുള്ള തുറമുഖങ്ങളിലേക്കും അല്ലെങ്കിൽ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്കും ആണവ കേന്ദ്രങ്ങളിലേക്കുമൊക്കെയാണ് ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ ഇനി സിവിലിയൻസിന് നേരെ ഒരുപക്ഷെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 40 കേന്ദ്രങ്ങളിൽ വിനോദ്, ഇക്കാര്യത്തിൽ ഇതിനോടകം തന്നെ സിവിലിയൻസിന് നേരെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കേന്ദ്രീകരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ട് എന്നതാണ് ഇറാൻ ക്ലെയിം ചെയ്യുന്നത്. 50ഓളം കഴിഞ്ഞ 8 ദിവസങ്ങളിലായി നടന്നിട്ടുള്ള ഈ ആക്രമണങ്ങളിൽ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇറാന്റെ ഭരണാധികാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. പാലങ്ങൾ ലക്ഷ്യമിട്ടു, ഒപ്പം തന്നെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെട്ടു, വിമാനത്താവളങ്ങൾ എന്നതൊക്കെയാണ് ഇറാൻ ക്ലെയിം ചെയ്യുന്നത്. ഇതൊക്കെ അമേരിക്ക നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടകം അത്തരം ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത്. നോക്കൂ, ഇപ്പോൾ ചർച്ച എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ ചർച്ച പുനരാരംഭിക്കാനായില്ല എങ്കിൽ ആക്രമണം കൂടുതൽ കടുപ്പിക്കും എന്ന് അമേരിക്ക പറയുന്നു. അതിനുള്ള സാധ്യതയും സാഹചര്യവും എന്താണ്? ഖത്തറും മറ്റും ഇടപെട്ട് ഈ ചർച്ച പുനരാരംഭിക്കാനുള്ള നീക്കം ഈ ആക്രമണങ്ങൾ കടുപ്പിച്ച ദിവസങ്ങളിൽ തന്നെ നടത്തിയിരുന്നു.
അതിൽ എന്തെങ്കിലും സാധ്യതകൾ ബാക്കി നിൽക്കുന്നുണ്ടോ വിനോദ്? രേണുക, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചർച്ചയ്ക്കുള്ള സാധ്യത വളരെ വിരളമാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ചർച്ച നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തത് പാകിസ്ഥാനായിരുന്നു. ഇസ്ലാമാബാദിൽ ആദ്യ റൗണ്ട് ചർച്ച നടക്കുകയും പിന്നീട് സ്വിറ്റ്സർലൻഡിൽ ഇറാൻ്റെ അമേരിക്കയുടെ പ്രതിനിധികൾ ഈ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. സമാധാന കരാറിന് വേണ്ടിയുള്ള ഒരു രണ്ടാം ഘട്ട ചർച്ച ഇസ്ലാമാബാദിൽ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ സ്ഥിതി നമുക്കറിയാവുന്നതാണ്. ബലൂചിസ്ഥാൻ അവർ മറ്റൊരു രാജ്യമായി പ്രഖ്യാപിക്കുകയും അവരുടെ സ്വന്തം കൊടി കൊണ്ടുവരികയും അവരുടെ നാണയം കൊണ്ടുവരികയും ദേശീയഗാനം കൊണ്ടുവരികയും പാകിസ്ഥാൻ രണ്ടാകുന്ന നിലയുണ്ട്. മാത്രമല്ല പാക് അധീന കാശ്മീരുണ്ട്. അവിടെ വലിയ ആഭ്യന്തര കലാപം നടക്കുകയാണ്. അവിടുത്തെ ജനങ്ങളും പാക് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ലഹള നടക്കുകയാണ്. അവർക്ക് ഒരു ഇന്ത്യയിലേക്ക് വരണം എന്ന ഒരു താല്പര്യമുള്ള അതിൽ തന്നെ ഒരു വിഭാഗമുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറണം. ആ തരത്തിലൊക്കെയുള്ള പലവിധ ചർച്ചകൾ. അതായത് പാകിസ്ഥാൻ ഇപ്പോൾ 3 കഷണമായിരിക്കുന്നു എന്ന നിലയിലാണ്. അങ്ങനെ ഒരു ആഭ്യന്തര പ്രശ്നം നടക്കുമ്പോൾ ഇത്തരം ഒരു സമാധാന ചർച്ചയിലേക്ക് പോകാൻ ഭരണാധികാരികൾക്ക് കഴിയുമോ? അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് ഇങ്ങനെ വലിയ കലാപം നടക്കുമ്പോൾ അവർക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല നിലനിൽക്കുന്നത്. പിന്നൊന്ന് ഖത്തറും UAEയും ഉൾപ്പെടെ തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. ഇതിൽ തുർക്കിയും വലിയ താല്പര്യം ഇപ്പോൾ കാണിക്കുന്നില്ല. ഒമാൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നില്ല. ഒമാൻ്റെ ഭാഗത്തു നിന്ന് ആദ്യ ഒരു ചർച്ച നടന്ന ശേഷമാണ് അപ്രതീക്ഷിതമായി ഇറാനിലേക്ക് ആക്രമണം നടന്നതും ഖമേനി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയ്ക്കൊന്നും വലിയ പ്രസക്തിയുള്ള സാഹചര്യമല്ല. മാത്രമല്ല ചർച്ച നടത്തി ഒരു കരാർ കൊണ്ടുവരികയും ചെയ്ത് 60 ദിവസത്തേക്ക് അന്തിമമായ കരാറിലേക്ക് പോകുന്നതിന് 60 ദിവസത്തെ ഒരു കരാർ ആ വർഷങ്ങൾക്കുള്ളിൽ ആണ് വീണ്ടും സംഘർഷം രൂക്ഷമായത്. ഹോർമൂസ് തുറന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഹോർമൂസ് വീണ്ടും ഇറാൻ അടച്ചതായി പ്രഖ്യാപിച്ചു. 3 കപ്പലുകളെ ആക്രമിച്ചു. ഇന്ത്യൻ നാവികൻ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവിടെയാണ് ഒമാൻ തീരത്ത് കൂടി മറ്റൊരു പാത ഹോർമൂസിനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഹോർമൂസിൽ തന്നെ ഇറാൻ്റെ തീരം ഒഴിവാക്കിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നതിനും അവരുടെ വ്യാപാരം നടത്തുന്നതിനുമായി ബദൽ പാത തുറന്നു. ഇത് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. കാരണം അവർക്ക് ഹോർമൂസിലുള്ള അപ്രമാദിത്വം ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇങ്ങനെ ഒരു പുതിയ പാത വന്നത്. അതുകൊണ്ട് തന്നെ അതോടുകൂടിയാണ് ഇറാൻ കൂടുതൽ പ്രകോപനത്തിലേക്ക് വന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അതിനുള്ള ഒരു പ്രതിഫലനം ഉണ്ടാകുന്നു. അങ്ങനെ ആക്രമണത്തിലേക്ക് പോകുന്നു. രണ്ടുപേരും തുറുപ്പുചീട്ടായി കാണുന്നത് ഹോർമൂസാണ്. ഹോർമൂസിൽ അധികാരം പിടിക്കുക എന്നത് തന്നെയാണ് ഇറാന്റെയും അമേരിക്കയുടെയും ആത്യന്തികമായ ലക്ഷ്യം. തീർച്ചയായും ഹോർമൂസിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, അധികാര വടംവലിയാണ് ഇപ്പോൾ വലിയ ഏറ്റുമുട്ടലിലേക്ക് പോയിരിക്കുന്നത്. തുടർച്ചയായ 8ാം ദിവസമാണ് അമേരിക്ക ഇറാനിലേക്ക് ശക്തമായ ആക്രമണം നടത്തുന്നത്. അതേസമയം ഇറാന്റെ നടപടികളും ഗൾഫ് മേഖല ലക്ഷ്യമിട്ട് തുടരുകയാണ്. ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്ക യുദ്ധ കുറ്റകൃത്യം നടത്തുന്നു എന്നതാണ്. തങ്ങൾ സിവിലിയൻസിനെ ലക്ഷ്യമിടുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നു എന്നതാണ് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാൻ തന്നെ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് സിവിലിയൻസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നത് എന്നതുകൂടിയുണ്ട്. അത് വലിയ ആശങ്കയുടെ സാഹചര്യമാണ് ഗൾഫ് ഉടനീളം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ നീക്കം എന്നാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്ന പ്രത്യാക്രമണത്തിൽ കടുത്ത നിലപാടുകളിലേക്ക് പോവുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ ഇറാൻ നടത്തുന്നത് യുദ്ധക്കുറ്റമായി കണക്കാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കുവൈറ്റിലെ വൈദ്യുതി, കടൽവെള്ളം ശുദ്ധീകരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളെ തുടർന്നാണ് GCC ഈ ആവശ്യമുയർത്തുന്നത്. ഇറാന്റെ നടപടികളെ ശക്തമായി അപലപിക്കുകയും ഹോർമുസ് കടലിടുക്കിന്മേലുള്ള ഇറാന്റെ അവകാശവാദങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നതിന് പിന്നാലെയാണ് പുതിയ നീക്കം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ഇറാൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ UAEക്കും കുവൈറ്റിനും നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി ഈ ആരോപണം ഉന്നയിച്ചത്. മേഖലയിലെ സൈനിക സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ആവശ്യപ്പെട്ടു. ഖത്തറും ആക്രമണങ്ങളെ അപകടകരമായ സംഘർഷ സാഹചര്യം എന്ന് വിശേഷിപ്പിച്ചു. വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളെ ഇത് കൂടുതൽ സങ്കീർണമാക്കുകയാണെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകി. അതേസമയം യുദ്ധകാലം മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ വ്യോമ ഡ്രോൺ ആക്രമണങ്ങൾ സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടല്ല എന്ന് ഇറാൻ ആവർത്തിച്ചു. മേഖലയിലെ അമേരിക്കൻ സൈനികരും
സൈനിക താവളങ്ങളുമാണ് തങ്ങളുടെ ആക്രമണ ലക്ഷ്യങ്ങളെന്നാണ് ടെഹ്റാന്റെ വിശദീകരണം. ഇതിനിടെ GCCയും യൂറോപ്യൻ യൂണിയനും സംയുക്ത പ്രസ്താവനയിലൂടെ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ നടപടിയെ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുകയും ആ തന്ത്രപ്രധാന ജലപാതയ്ക്ക് മേൽ ഏതെങ്കിലും രാജ്യം പരമാധികാരമോ നിയന്ത്രണമോ അവകാശപ്പെടുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഗൾഫ് മേഖലയിലെ സമ്പദ് വ്യവസ്ഥകൾക്ക് ഹോർമുസ് കടലിടുക്ക് അതീവ നിർണായകമാണ്. GCC അംഗരാജ്യങ്ങൾ എണ്ണയും പ്രകൃതിവാതകവും കയറ്റുമതി ചെയ്യുന്നതിനായി പ്രധാനമായും ഈ ജലപാതയെയാണ് ആശ്രയിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും ഊർജ്ജ ആവശ്യങ്ങളുടെ ഗണ്യമായൊരു വിഹിതത്തിനായി ഈ മേഖലയെ ആശ്രയിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 10% ഈ മേഖലയിൽ നിന്നാണ്. അതിൽ ഭൂരിഭാഗവും ഹോർമുസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് ഈ മേഖലയെ പ്രാധാന്യമുള്ളതാക്കുന്നത്. കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ മുൻകൂർ അനുമതി വാങ്ങുകയും ഫീസ് അടയ്ക്കുകയും വേണമെന്നാണ് ടെഹ്റാന്റെ ആവശ്യം. അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമായി ഈ ഫീസ് ഉപയോഗിക്കാമെന്നാണ് ഇറാന്റെ വാദം. ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള പരസ്പര വിരുദ്ധമായ അവകാശവാദങ്ങൾ സംഘർഷം ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളും പാശ്ചാത്യ ശക്തികളും നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന നിലപാടിലാണ്. ഇപ്പോഴുണ്ടാകുന്ന ആക്രമണങ്ങൾ ഗൾഫ് മേഖലയെ ആകെ വരഞ്ഞു മുറുക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു പ്രവാസിയുടെ പ്രതികരണം വന്നിരുന്നു. ഓരോ ദിവസവും എത്ര കഠിനമാണ് കടന്നു പോകുന്നത്, എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് അവർ പറഞ്ഞു. ജനിച്ച നാട്ടിലേക്ക് തിരിച്ചെത്താനാകുമോ എന്ന ആശങ്കകൾ പോലും ഓരോ പ്രവാസികളും ഉള്ളിൽ പേറുന്നുണ്ട്. നിരവധി പേർക്ക് ജോലി നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം അവരെ സംബന്ധിച്ച് അവരുടെ സുരക്ഷിതത്വവും ഇപ്പോൾ ഒരു ഭീഷണിയാകുന്ന തലത്തിലേക്ക് ഈ ആക്രമണം വ്യാപിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓരോരുത്തരെയും വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പ്രവാസി സമൂഹം വളരെ വലുതാണ്. അപ്പോൾ ആ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗൾഫ് രാഷ്ട്രങ്ങൾ കൂട്ടായി ഇതിനെതിരെ ശക്തമായി നിലപാടെടുക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് മനസ്സിലാകുന്നത്.